ഇതേ അളേ അമ്മായി സംഭവം എന്താണെന്നറിയോ, നമ്മളെ വണ്ടി ഓടിച്ചു പോകുന്ന ചേച്ചിക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റൂലല്ലോ. കാരണം എന്താ, വണ്ടി ഓടിക്കാറിലൂടാ. അതിന്റെ അസൂയാണ് അളയാ. അസൂയ? എനിക്കെന്തിനാ അസൂയ? നീ നോക്കോ, ഞാൻ വണ്ടി ഓടിക്കാൻ മതി. നീ വിചാരിക്കണ പോലെ അല്ല കേട്ടാ, ഇത് നല്ല ഭാരമുള്ള വണ്ടിയാ. ഈ ഭാര്യമുള്ള വണ്ടി ഞാൻ തലയിൽ വെച്ച് ചുമന്നുകൊണ്ടല്ലോ നടക്കുന്നത്. ഓടിച്ച് പഠിക്കാനല്ലേ. നീ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റും. എന്റെ പൊന്നു സീത, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ വണ്ടിയുടെ മേളിൽ കയറിയിരിക്കുന്നത് തന്നെ. അതൊരു മല പോലത്തെ വണ്ടി. മനുഷ്യന് ഇത്തിരി സാവകാശമൊക്കെ താ. ആദ്യമേ പറഞ്ഞല്ലേ നിന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ, ബൈക്ക് തലയിൽ വെച്ചോണ്ടല്ലോ പോകുന്നു. ഞാനങ്ങനെ പലതും പറയും. അതൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോവാ, അങ്ങ് പഠിക്കാ, പ്രശ്നം കഴിഞ്ഞു. അയ്യേടാ, ഡ്രൈവിംഗ് ആശാന്റെ വാലിക്കടെ കേൾക്കാവുന്ന എന്നെ കൊണ്ട് വയ്യ. പുള്ളി എന്തെങ്കിലും എന്റെ അടുത്ത് പറയും, ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയും. എന്തിനാണ് വെറുതെ അലമാവണേ? വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അങ്ങനെ തോന്നിയാ? പറയണ്ടമ്മായി, വണ്ടി ഒന്ന് കുഴി വീണു, എന്റെ കൈയും കാലും പോയി, അത്ര തന്നെ. നമുക്കിനി ബൈക്ക് വേണ്ട കേട്ടോ, കാറ് പഠിച്ചാ മതി. ചേച്ചി ഇപ്പൊ ഉയരോടെങ്കിലും ഇങ്ങനെ തിരിച്ചു കിട്ടി. ഇങ്ങനെ പോകാൻ ചേച്ചി അടങ്ങുള്ള.